നിങ്ങൾക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഈ ദൈവം ജീസസ് ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് ഈ മാലാഖ വന്ന് ആട്ടിടയരോട് വന്ന് പറയുന്ന സീനാണിത്. ആട്ടിടയരോട് വന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ദീപമൊക്കെ തെളിച്ച് അവരിങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ കാണാൻ ഒത്തിരി ഉണ്ട്. എന്താ ആട്ടിടയരാ. ഇതിനകത്തൊക്കെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. മൊബൈലിനകത്ത് ഇങ്ങനെ ഇക്കരെ കിട്ടത്തുള്ളൂ കേട്ടോ, പാറയും പാറക്കൂട്ടവും. ഇത് ഇറ്റലിയിൽ നിന്ന് ആൾക്കാർ വന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ. നോക്കി എന്ത് രസമാണ് നോക്കി. അവരിങ്ങനെ ഈ പാറകളുടെയും ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വന്ന് എന്താ അവിടെ ഇതിങ്ങനെ വന്നത് കേട്ടോ. പാറയൊക്കെ ഉണ്ടോ, പാറയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. എന്താ ആട്ടിടയർ വരുക, ആട്ടിടയർ ഇങ്ങനെ യേശുവിനെ കാണാനായിട്ട് വരുക കേട്ടോ. അവരുടെ വീടും ആട്ടും തൊഴുത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലേർ പോവാണ്ടോ, നാട്ടിലേർ ഇങ്ങനെ വന്ന് യേശു ഇവിടാണ് ജനിച്ച് കിടക്കുന്നത് കണ്ടോ. യേശു ജനിച്ചിരിക്കുന്നതും കാണണമെന്നുണ്ട്, അങ്ങ് അകത്താ കണ്ടോ. ഇവിടൊക്കെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. ആട്ടിൻകൂട്ടത്തെയും കൊണ്ട് ആട്ടിടയർ ഇങ്ങനെ വരുവാണ് യേശുവിനെ കാണാനായിട്ട്. യേശു ജനിച്ചു കിടക്കുന്നു തൊഴുത്തില്. ഇങ്ങനെ യേശു ജനിച്ചു കിടക്കുന്നു. അവിടെ ഒരു മൃഗമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതെന്തോ കഴുതയാണോ കുതിരയാണോ എന്തെങ്കിലും ആട്ടെ. എന്താ ഈ വീടിനകമാണ് ഇത്, എന്തോ വന്നറിയത്തില്ല. ഇതിനകത്തൊക്കെ എന്തോ സംഭവങ്ങളൊന്നും, ചട്ടിയും ചെറിയ പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ട്. അതിങ്ങനെ വരുന്നു. ഇതുകൊണ്ട് വലിയ പാറ പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വെള്ളമൊക്കെ ഒഴുകുന്നു. ആടുകളൊക്കെ വെള്ളം കുടിക്കുന്നത് കണ്ട. ആടുകളൊക്കെ വെള്ളം കുടിക്കുന്നു. ലൈറ്റൊക്കെ കത്തിച്ചോണ്ട് പോകുന്നുണ്ട് ആട്ടിടയര്. ലൈറ്റൊക്കെ കത്തിച്ചുകൊണ്ട് യേശുവിൻ്റെ പിറവി കാണാനായിട്ട്, യേശു ജനിച്ചിടം നോക്കി ഇങ്ങനെ പോവാണ്ട്. ലൈറ്റൊക്കെ കത്തിച്ചോണ്ട് പോവാണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. യേശു ജനിച്ചു കിടക്കുന്ന ഇവിടെ കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് നാനാ വഴിക്കുന്നു ആൾക്കാർ വരുന്നതാണ്. എന്താ എന്താ നാട്ടിലേർ ഇങ്ങനെ ഈ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടോ. ഇതുണ്ടോ, കല്ലടിക്ക് വെച്ചുള്ള വീട്, പഴയ വീടുകളാണ് കണ്ടോ. കോഴിക്കൂട്, കോഴിയൊക്കെ കൂവുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. കോഴിക്കൂട്, പൂവൻകോഴി, പെടക്കോഴി, കൊട്ടകളെ, തനി വൈനൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ചട്ടികളും. ഇത് കണ്ടോ, കൽപ്പാത്രം എന്നൊക്കെ പറയുന്ന കൽപ്പാത്രം. ഇതൊക്കെ ആയിരിക്കും കൽപ്പാത്രം കണ്ടോ. ഇവരുടെ രീതി ചെറുതുണ്ടാക്കി വെച്ചിരിക്കുക, ചെറുത് കൽപ്പാത്രം. എൻ്റെ വിരലിൻ്റെ അത്ര ഇല്ല കണ്ടോ, എൻ്റെ വിരൽ കണ്ടോ അത്ര ഇല്ല. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചത് കണ്ടോ. ചെറുത് എൻ്റെ ഇത് കണ്ടോ, ഇത് കണ്ടോ ചെറുത്, സ്മോൾ. ഇത് പന എന്നാ. ഇത്
ഇതൊക്കെ ബൈബിളിനകത്തുള്ള എന്തോ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തോന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ വീടിനകത്തൊക്കെ ഉള്ള ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഇണക്കുന്നതുമായിട്ടൊക്കെ ഉള്ള ഓരോരോ ഇതാണ്. എന്തോ അങ്ങോട്ട് മനസ്സിലാകത്തില്ല. എന്തായാലും സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ലൈറ്റ് കത്തിച്ചുകൊണ്ട് വീട്ടിനകത്തുനിന്ന് ഇറങ്ങി ലൈറ്റും കത്തിച്ചുകൊണ്ട് പോവുണ്ട്. ലൈറ്റ് കത്തിച്ചുകൊണ്ട് പോവാണ് മേളിലോട്ട്. ഇങ്ങനെ ഈ വഴി കാണുന്ന വഴിയുണ്ട്, ആ വഴി കയറി ഇങ്ങനെ അങ്ങോട്ട് പോകാനൊന്നായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ട അവരുടെ പുള്ളിയുടെ വീടിനകത്ത് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിനകത്തൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ മണ്ടയ്ക്കും ഇങ്ങനെ വേറെ വീട് ഇങ്ങനെയൊക്കെ ഉണ്ട്. വീഞ്ഞും കൊണ്ട് പോകുന്നതായിരിക്കും, വടിയൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ചരിത്രപരമായിട്ട് ഓരോ കാര്യങ്ങളാണ്. ഒരാൾ കഴുതയെ പഠിച്ചുകൊണ്ട് പോകുന്ന കഴുതയുടെ പുറകിൽ അപ്പുറത്തും ഇപ്പുറത്തും കൊട്ടയ്ക്കകത്ത് കണ്ടോ. ഇത് പിന്നെ അതിനുള്ള കൊടുക്കാനുള്ള പുല്ലും കാര്യങ്ങളും ഒക്കെ കഴുത പഠിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങളൊരു ഇവിടുത്തെ മൾട്ടീസുകാരൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്തൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം. ഇറ്റലിക്കാർ വന്ന് ചെയ്തിരിക്കുന്ന സാധനമാണ് കേട്ടോ. ഇതെല്ലാം ഇറ്റലിക്കാർ വന്ന് ചെയ്ത സാധനമാണ്. കണ്ടോ പ്രാവൊക്കെ ഇരിക്കുന്നത് കണ്ടോ. 2 പ്രാവ് ഇവിടെ ഇരിക്കുന്നു, പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഈ ആട്ടിടയിലൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇവരുടെ വീടിനകത്ത് 2 പ്രാവ് ഇരിക്കുന്നു കണ്ടോ. പിന്നെ ഇതിൻ്റെ മണ്ട അമ്പലപ്രാവ് എന്ന് പറയുന്ന അമ്പലപ്രാവ് ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഇവരിയ്ക്കുന്നതിൻ്റെ താഴെ കണ്ടോ, ഇവിടെയും 2 പ്രാവ് ഇരിപ്പുണ്ട്. എന്ത് രസമുണ്ട് നോക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടോ. അകന്നിന്ന് കാണിക്കാം, സൂപ്പറല്ലേ.